കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയുണ്ടായ വിദ്യാർത്ഥി സംഘടനത്തിൽ +1 വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. തലക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30ഓടെയാണ് സ്കൂൾ ക്യാന്റീന് സമീപം +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. +1 വിദ്യാർത്ഥിയായ കടവത്തൂരിലെ ഷിറിൻ ഫഹദിനാണ് തലക്ക് പരിക്കേറ്റത്. ആഴത്തിൽ മുറിവേറ്റ വിദ്യാർത്ഥിയുടെ തലക്ക് 2 തുന്നലുണ്ട്. കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 40ഓളം പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഇന്നലെ കുട്ടികള് ഫസ്റ്റിൽ അവര് നിസ്കരിക്കാനാ പോവാ. അപ്പോ അവിടുന്ന് നിസ്കരിക്കാന് കുട്ടികള് ഇറങ്ങി. +2ന്റെ കുട്ടികളുണ്ട്, ഇവരുണ്ട്. +2ന്റെ കുട്ടികള് മുന്നിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. +1ന്റെ കുട്ടികള് ഇങ്ങനെ വേക്ക് അവരും പോകുന്നുണ്ട്. അപ്പോൾ ഇവരാ ഇങ്ങ് +2ന്റെ കുട്ടികൾ വലിച്ചിങ്ങിട്ട് എന്നിട്ട് അടിക്കുവാൻ നോക്കുമ്പോൾ പോലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് അത് കണ്ടേരെ ഇവർ അങ്ങ് സ്കൂളിലേക്കും പോയി. അത് പിന്നെ നമ്മളെ +1ന്റെ കുട്ടികൾ സ്കൂളിലേക്ക് കയറിപ്പോയി. +2ലെ കുട്ടികൾ റോഡുമേലേക്ക് ഓടിപ്പോയി. അപ്പോൾ ഇവർ ഇന്ന് പള്ളി പോകുന്നില്ല എന്ന് കണക്കാക്കി, ഇന്ന് നിസ്കരിക്കുന്നില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ് പോയിരിക്കുക, ഇങ്ങനെ നമ്മളെ കൊള്ള ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നുള്ള കരുതിയിട്ട് അവർ അങ്ങനെ പിന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം ഭക്ഷണത്തിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള ഒരു 10-50 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഇവൻ്റെ കോളറ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട്, അപ്പോൾ കഴുത്തിനെല്ലാം ചെറിയ നഖം കൊണ്ടുള്ള പോറലുകളെല്ലാം ഉണ്ട്. അങ്ങനെ വലിച്ചങ്ങിട്ട് മറ്റുള്ള കുട്ടികൾ ഇവൻ്റെ ദേഹത്ത് കാരി നിന്ന് ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത്. അപ്പോൾ ഇവൻ അവിടുന്ന് ഇവൻ്റെ ഉള്ള ശക്തിയാൽ ഇവനെ എണീറ്റിങ് നിൽക്കുമ്പോൾ വേറൊരു കുട്ടി അടുത്തുനിന്ന് തന്നെയാന്ന് പറഞ്ഞാൽ വലിയൊരു കല്ലെടുത്തിട്ട് ഒരൊറ്റ കയറ്. അതിലാണ് ഈ തലക്ക് ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുള്ളത്. മർദ്ദിക്കാനുള്ള കാരണം പറയുന്നത് ഇനി നിവർന്നു കൊണ്ടാ നടക്കുക, ഇങ്ങനത്തെ ഇങ്ങനെ നിവർന്ന് നടക്കുന്നത്. അവരെ ഉപ്പയും എല്ലാവരും അങ്ങനെ തന്നെ ഒരു നീർന്നിട്ടുള്ള നടത്ത. അതുകൊണ്ട് അത് അവർക്ക് പിടിക്കുന്നില്ല എന്നാ തോന്നുന്നത്. വേറൊരു കാര്യമായ കാരണമൊന്നും നമ്മൾ അറിയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 6 +2 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു. സമഗ്ര ന്യൂസ്, പനൂർ.